ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു സ്പെഷ്യൽ പാവയ്ക്ക തീയലാണ്. ആരെങ്കിലും നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കഴുകിയിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ അതാ ഞാനിവിടെ അരിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഷ്ണങ്ങളാക്കിയപ്പോൾ ഒത്തിരി അങ്ങോട്ട് തിക്കായിട്ടല്ല അരിഞ്ഞെടുത്തത്. കണ്ടില്ലേ, ഇതേപോലെ കനം കുറച്ചിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം, എങ്കിലാണ് നമുക്കിത് പെട്ടെന്ന് വഴറ്റിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇനി നമുക്ക് തേങ്ങ വറക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 കൈപ്പിടി തേങ്ങ ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 5-6 ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും. അപ്പോൾ അതവിടെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവ അധികം ആവണ്ട, ഒരു 5-8 മണി ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതവിടെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർക്കാം. ഇതിപ്പോൾ വലിയ എരിവൊന്നും ഇല്ലേ മുളക് പൊടിക്ക്. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. എന്നതിന് ശേഷം നമുക്കിത് നന്നായി വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്. അപ്പോൾ അതവിടെ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടാറി വരണം. അതിന് ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചെടുക്കുന്നത് വെള്ളം ചേർത്തിട്ടല്ല. അപ്പോൾ ഞാനത് അരയ്ക്കുന്ന സമയത്ത് പറയാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ട് ഒരു 1.5 കപ്പ് വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കറി ആക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കീറിയിട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. അപ്പോൾ അതവിടെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ പാവയ്ക്ക വല്ലാതെ അങ്ങോട്ട് കയ്പ്പായി പോവും. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത് കേട്ടോ. ഇനി നമുക്കതൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതവിടെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ പുളി വെള്ളത്തിലിട്ട് വെച്ചില്ലേ, അതൊന്ന് അരിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കാം. അപ്പോൾ അതാ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് ആ പുളിവെള്ളത്തിൽ നമ്മുടെ പാവയ്ക്ക കിടന്ന് തിളച്ച് വരണം. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കുക. എന്നതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ മിക്സിയുടെ ജാറൊക്കെ വെള്ളം ഇല്ലാതിരിക്കണം കേട്ടോ. അപ്പോൾ അതാ ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഇത് അരച്ചെടുക്കുന്നത് കേട്ടോ. വെള്ളം ചേർത്തിട്ടല്ല, വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പോൾ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്ത് നോക്കാം. അപ്പോൾ അതവിടെ നന്നായി അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, നല്ല മഷിപ്പരുവത്തിന്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്കാണ് ഞാൻ അരപ്പ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഈ പാത്രത്തിലൊന്നും വെള്ളമൊന്നും ഉണ്ടാവരുത്. ഉണ്ടെങ്കിൽ നമ്മളതൊന്ന് തുടച്ചിട്ട് വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർക്കാം. അപ്പോൾ അതാ ഞാൻ തേങ്ങ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിലേക്ക് നമ്മൾ പുളിവെള്ളത്തിൽ വേവിക്കാൻ വെച്ചിരുന്ന നമ്മുടെ പാവയ്ക്ക ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, വെള്ളമൊക്കെ വറ്റി. ഇനിയിപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഇത് നല്ല കട്ടിയായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒന്ന് നന്നായിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് ആവശ്യത്തിന് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് നല്ല ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ പരുവത്തിന് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക, പച്ചവെള്ളം അല്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ചേർക്കുന്നത്. പിന്നെ കുറച്ച് കടുക് ഇട്ടു. പിന്നെ ഒരു വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിയിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിന് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്